300-നോ 300-നു മേലെയെന്നോ പ്രശാന്ത് കിഷോർ. എന്നാൽ 220-നപ്പുറത്തേക്ക് പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതയില്ലാത്തതാണെന്ന് യോഗേന്ദ്ര യാദവ്. പഴയ പടി പോലൊക്കെ തന്നെ ആവർത്തിക്കുമെന്ന് ആക്സിസിൻ്റെ പ്രദീപ് ഗുപ്ത. രണ്ട് കക്ഷികളും അവകാശപ്പെടുന്നത് 300 കഴിഞ്ഞു എന്നാണ്. ഇലക്ഷൻ ഇനി 2 ഘട്ടങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ 300-ൽ കിടന്ന് നട്ടം തിരിയുകയാണ് രാജ്യത്തിൻ്റെ ഭരണക്കണക്കുകൾ. 4-ാം തീയതിയെ അതിന് ക്ലൈമാക്സ് ഉണ്ടാവുകയുള്ളൂ. അതിനെക്കുറിച്ച് പറയേണ്ടതും അതിൻ്റെ വാർത്തകളും രസകരമാണ്, കൗതുകകരമാണ്. ഇലക്ഷൻ ഇനി 2 ഘട്ടങ്ങളാണ് അവശേഷിക്കുന്നത്. ആ 2 ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ ജൂൺ 4-ാം തീയതി വോട്ടെണ്ണലാണ്. ഈ 2 ഘട്ടങ്ങൾ കൂടി അവശേഷിക്കുന്നതിനിടയിൽ 2 പാർട്ടികളും കറങ്ങുന്നത് 300-ലാണ്. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് 300-ലധികം സീറ്റ് നേടി ഇന്ത്യ ബ്ലോക്ക് ഭരണത്തിലെത്തുമെന്നാണ്. ഇത് രാഹുൽ ഗാന്ധിയും പറയുന്നുണ്ട്, ജയറാം രമേശും പറയുന്നുണ്ട്, അതുപോലെ ഖാർഗെയും പറയുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരുമെന്ന് അവരവകാശവാദം ഉന്നയിക്കുന്നു. യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട സിഫോളജിസ്റ്റ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന യോഗേന്ദ്ര യാദവ് പറയുന്നത് 220 സീറ്റാണ് പരമാവധി BJPക്ക് ലഭിക്കാവുന്നത്. NDA ഘടകകക്ഷികൾ കൂടി ചേർന്നാലും ഈ പറയുന്ന രാജ്യം ഭരിക്കാനുള്ള സീറ്റിലേക്ക് എത്തിച്ചേരില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉത്തരേന്ത്യയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിൽ സന്ദർശിച്ചുവെന്നും അതിലൂടെയാണ് താൻ ഈ നിലപാടുണ്ടാക്കിയതെന്നുമൊക്കെ പറയുന്നു. എന്നാൽ മറ്റൊരു വ്യത്യസ്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രശാന്ത് കിഷോറാണ്. പ്രശാന്ത് കിഷോർ ഈ കഴിഞ്ഞ പശ്ചിമ ബംഗാൾ ഇലക്ഷൻ വരെ ഒരു പോൾ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ആ പരിപാടിയില്ല. അദ്ദേഹം പിന്നീട് കോൺഗ്രസിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റുവാങ്ങി അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള ശ്രമങ്ങളെ പല കാര്യങ്ങൾ കൊണ്ട് ഫലപ്രാപ്തിയിലെത്തിയില്ല. പിന്നെ അദ്ദേഹം സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി ബീഹാറിലോ മറ്റോ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് 2019-ൽ BJPക്ക് കിട്ടിയ സീറ്റുകളുടെ അത്രയുമോ അതിലല്പം കൂടുതലോ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയുന്നത്. അതിന് ഉപോത്ബലകമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ സൗത്തിലും ഈസ്റ്റിലുമായി നിലവിലുള്ള സീറ്റിനേക്കാൾ 25 സീറ്റ് വരെ BJP വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. സൗത്തും ഈസ്റ്റും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക, ഇത് 4ഉമാണ് സൗത്തിൽ വരുന്നത്. ഈസ്റ്റിൽ വരുന്നത് ഒഡീഷ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി 20 മുതൽ 25 സീറ്റ് വരെ മുൻപ് കിട്ടിയതിനേക്കാൾ കൂടുതൽ BJPക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. 5 or 6 സീറ്റുകൾ തമിഴ്നാട്ടിൽ കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ 2 അദ്ദേഹം കൂട്ടി പറയുന്നുണ്ട് BJPക്ക്. അതുകൂടാതെ പിന്നീട് ആന്ധ്രയിലും അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും, ഒഡീഷയിലും വർദ്ധിക്കും, പശ്ചിമ ബംഗാളിലും വർദ്ധിക്കും. അങ്ങനെയാണ് അദ്ദേഹം 24 മുതൽ അത്രയും സീറ്റുകൾ അധികം കിട്ടുമെന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിൽ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെ നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഈ പറയുന്ന സീറ്റുകൾ കൊണ്ട് മേക്കപ്പ് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ടാലിയിൽ നിൽക്കുന്നത്. 2 കക്ഷികളും 300-ലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാജി പറഞ്ഞത് തങ്ങൾക്കിതുവരെ 310ഓളം സീറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ്. ഇനിയുള്ളത് തങ്ങളുടെ 370-ലേക്കും 400-ലേക്കും എത്താനുള്ള യാത്രയാണെന്നുമാണ് പറയുന്നത്. പിടികൊടുക്കാതെ നിൽക്കുകയാണ് ഉത്തർപ്രദേശ്. അതുപോലെ തന്നെയാണ് ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെ കണക്കുകളും. ഏതായാലും ജൂൺ 4-ന് അവകാശവാദങ്ങളുടെ ഫലമറിയാൻ കഴിയൂ. അതുവരെ ഇതിൽ ഓരോരുത്തർക്കും ആശ്വാസം കിട്ടുന്നത് പോലെ അവരവർക്ക് ആശ്വസിക്കാമെന്ന് മാത്രം.